ഹായ് ഫ്രണ്ട്സ്, അനധികൃതമായി താമസിച്ചുകൊണ്ടിരുന്ന 104 ഇന്ത്യക്കാരെ അമേരിക്കയിൽ നിന്നും നാടുകടത്തി. ഈ വാർത്ത നമ്മളെല്ലാം കണ്ടതാണ്, ന്യൂസ് ചാനലല്ല. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒരു രാജ്യത്ത് താമസിക്കുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് വേണം ജീവിക്കാൻ. കുടിയേറി പാർത്തവരെയാണ് അവരവിടെ നിന്ന് പുറത്താക്കിയത്. അപ്പോൾ എല്ലാ രാജ്യത്തും അവരുടേതായ നിയമങ്ങളുണ്ട്. നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ അറിയാമല്ലോ, ഒരു ഗൾഫിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഒരു വിസ വേണം, പാസ്പോർട്ട് വിസ, അങ്ങനെ ഇങ്ങനെ നിരവധി കടമ്പകളുണ്ട്. അതെല്ലാം കടന്നാൽ മാത്രമാണ് നമുക്ക് ആ രാജ്യത്ത് കടക്കാൻ പോലും പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇവർ അനധികൃതമായി കുടിയേറി പാർത്തത് കൊണ്ട് അവരെല്ലാവരും അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ നമുക്ക് വിഷമകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, 40 മണിക്കൂറുള്ള ആ ഒരു യാത്രയിൽ കൈകൾ ബന്ധിച്ചു, 2 കാലുകളും ബന്ധിച്ചു. വളരെ വിഷമകരമായ അവസ്ഥ തന്നെയാണ്. 40 മണിക്കൂർ യാത്ര, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിയാൻ പറ്റാതെ, ഒന്ന് ചലിക്കാൻ പോലും പറ്റാതെ ആ ഒരേ ഇരിപ്പ് തന്നെ ഇരുന്നു എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇവിടെ എത്തിയ ഇന്ത്യക്കാരിൽ അവർ പറയുന്നത് കുറേ അവരോട് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ പോലും സമ്മതിച്ചതെന്ന് പറയുന്നു. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, പിന്നെ ഇങ്ങനെ ചെയ്തവരെ പൂമാല ഇട്ട് സ്വീകരിക്കണോ എന്ന്. ബഹുമാനം ഇടണ്ട, പക്ഷേ ഈ കൈകൾ ബന്ധിച്ചു, കാലുകൾ ബന്ധിച്ചു. ആ ഒരു ഫ്ലൈറ്റ് യാത്രയിൽ, ഇത്രയും 40 മണിക്കൂറുള്ള യാത്രയിൽ അവരനുഭവിച്ച അതൊരു വലിയൊരു ത്യാഗം തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു 4-5 മണിക്കൂർ തന്നെ ഫ്ലൈറ്റിലൊന്നും ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ദേഹത്തിന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. യാത്ര ചെയ്തവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ 40 മണിക്കൂർ എന്ന് പറയുമ്പോൾ അത് വളരെ ഒരു ദൈർഘ്യം തന്നെയാണ്. അപ്പോൾ ചോദിക്കും, അവർ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. ശരിയാണ്. അതിൽ പല ആൾക്കാരും പറയുന്നത് ഏജന്റിന്റെ ചതിയിൽ പെട്ടു എന്നാണ്. 30 ലക്ഷവും 40 ലക്ഷം രൂപ കൊടുത്ത് അവിടെ എല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ കൊണ്ടുപോയത്. അപ്പോൾ അവരതിൽ തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ അവരതിൽ തെറ്റുകാരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതല്ലാതെ മറ്റു സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ നിന്ന് കുടിയേറി പാർത്തവരും ഇക്കൂട്ടത്തിലുണ്ട്. എല്ലാവരും ഞാൻ ന്യായീകരിക്കുകയല്ല. പക്ഷെ നമുക്ക് അറിയാലോ, ഏജൻസികളുടെ തട്ടിപ്പിൽ പെട്ട് ചെന്ന ആൾക്കാരാണ് ഭൂരിപക്ഷം ആൾക്കാരും. ഇനിയും ഒരുപാട് ആൾക്കാർ ഇതുപോലെ തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യക്കാർ മാത്രമല്ല, അവിടെയുള്ള കുടിയേറി പാർത്ത എല്ലാ ആളുകളെയും അവിടെ നിന്ന് പുറത്താക്കണം. അപ്പോൾ ട്രംപിനെ കുറിച്ച്, ട്രംപ് നമ്മുടെ മോദിജിയായിട്ട് ഭയങ്കര ഫ്രണ്ടാണ്, പ്രേമായി ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റുകളെല്ലാം കണ്ടു. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. എത്ര ഫ്രണ്ട് ആണെങ്കിലും എത്ര ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അവരവരുടെ രാജ്യത്തെ നിയമങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതിൽ പറയാനുള്ളത്, ഏജന്റുമാരുടെ തട്ടിപ്പിൽ പെട്ടാണ് പല ആളുകളും അവിടെ ചെന്ന് പെട്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഏതൊരു രാജ്യത്ത് പോകണമെങ്കിലും അവിടുത്തെ ഒരു നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ മാത്രമാണ് നമ്മൾക്ക് അവിടെ താമസിക്കാൻ പറ്റുള്ളൂ. ഇപ്പം അവിടെ എത്രയോ അമേരിക്കയിൽ എത്രയോ ഇന്ത്യക്കാർ താമസിക്കുന്നു. അവരാരെയും പറഞ്ഞു വിടുന്നില്ല. കാരണം അവരെല്ലാം പോയത് പ്രോപ്പർ വേയിലൂടെയാണ്. അപ്പം അങ്ങനെ പോയാൽ മാത്രമാണ് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ അമേരിക്ക എന്നല്ല, ഏത് രാജ്യത്താണെങ്കിലും ശരി. ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ജയിലിൽ പിടിച്ചിടും, ഇങ്ങനെയൊക്കെ കണ്ടാൽ, അല്ലെങ്കിൽ ഡീപ്പോർട്ട് ചെയ്ത് വിടും. അതങ്ങനെയാണ്, അവരവിടെ നിർത്താൻ സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ പോണ ഒരു ലാഘവത്തോടെ ആരും കാണണ്ട. അത് മാത്രമല്ല, പല ഏജൻസിയിലും ചെന്ന് നമ്മൾ പണം കൊടുക്കുന്നതിന് മുമ്പ് ഒരുപാട് തട്ടിപ്പുകൾ, റിക്രൂട്ട്മെൻറ്റിൻ്റെ പേരിലാണ് കോടിക്കണക്കിന് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു ജോലിക്ക് ആര് പറഞ്ഞാലും, നമുക്കിപ്പോൾ ഒരുപാട് പരസ്യം കാണും, ലൈസൻസ് ഉണ്ട്, ലൈസൻസ് നമ്പർ വരെ അവരിടും, ഇനി അവർ വിസ തരും. പക്ഷേ അവർ എഡിറ്റബിൾ വിസ അയച്ചിട്ട്, നമുക്കറിയാവുന്ന കുറേ ആൾക്കാർക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്, എഡിറ്റബിൾ വിസ വരെ നമുക്ക് തരും. നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ പെട്ടെന്ന് വിസ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് ഒരു പക്ഷേ അതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായ രീതിയിൽ നോർക്കയുണ്ട്, അങ്ങനെ പല പല സൈറ്റുകളും കാര്യങ്ങളും നമുക്ക് അന്വേഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ അന്വേഷിക്കുക. അതുപോലെ ഈ ഏജൻസിയിൽ പോയി പണം കൊടുക്കുന്നതിന് മുമ്പ് അവിടെ അടുത്തുള്ള സ്റ്റേഷനിൽ, പോലീസ് സ്റ്റേഷനിലായിട്ട് ബന്ധപ്പെടുക. ഞങ്ങൾക്ക് ഇങ്ങനെ ഏജൻസിയിൽ ഇങ്ങനെ ഓഫർ വന്നിട്ടുണ്ട്, അവർ പണം ചോദിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ അവരുടേതായ രീതിയിൽ അന്വേഷിക്കും ഇതൊരു ജെനുവിൻ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. നമുക്കറിയില്ല, ഒരു വിസ കണ്ടാൽ സാധാരണ ഒരാൾക്ക് മനസ്സിലാവില്ല ഇത് നല്ല ശരിക്കുള്ള വിസയാണോ അല്ലെങ്കിൽ എഡിറ്റബിൾ ചെയ്ത വിസയാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി വർഷം അവിടെ പോയൊരു പരിചയം വേണം എന്നുള്ളവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും തട്ടിപ്പിൽ വഞ്ചിതരാവാതിരിക്കുക. കാരണം ചില ആൾക്കാർ ചോദിക്കും, ഇപ്പം ഞാൻ കുറേ കമൻറ്റുകളൊക്കെ കണ്ടു, അമേരിക്കയിൽ പോയാൽ മാത്രമാണോ ജീവിക്കാൻ പറ്റുന്നത്, അതൊന്നും നാട്ടിൽ നിൽക്കുന്നവരും ജീവിക്കുന്നില്ല എന്ന്. എല്ലാവർക്കും അവരുടേതായ സ്വപ്നങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും, എത്ര സാധാരണക്കാരനാണെങ്കിലും ശരി, എത്ര വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും എങ്ങനെയാണെങ്കിലും എല്ലാവർക്കും
എല്ലാവർക്കും അവരുടേതായ സ്വപ്നങ്ങളുണ്ട്. നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു ജോലി കിട്ടുക, നമ്മുടെ കുടുംബം നന്നായി നോക്കുക. ചിലപ്പോൾ നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് നാട്ടിൽ കിട്ടുന്ന ശമ്പളം നമ്മുടെ കുടുംബത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വിചാരിക്കും പ്രവാസ ലോകം നമ്മൾ തിരഞ്ഞെടുക്കും. അപ്പോൾ അവിടെ നിന്നൊക്കെ പ്രവാസത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ജോലി നഷ്ടപ്പെട്ടൊക്കെ പോരേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഇത് വളരെ വിഷമകരമാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കും നമ്മൾ നാട്ടിൽ പോയി അന്യനാട്ടിൽ പോയി ജോലി എടുത്ത് നമ്മുടെ കുടുംബം നന്നായി നോക്കണം, നമ്മുടെ മക്കളെ നന്നായി പഠിപ്പിക്കണം. എല്ലാവരുടെയും ലക്ഷ്യം അതാണ്. നമ്മുടെ കുടുംബം നോക്കണം, നമ്മുടെ മക്കളുടെ ഭാവി, അവർക്ക് നല്ലൊരു ജോലിയിൽ നമ്മൾ എത്തിക്കണം അല്ലേ. അതല്ലേ നമ്മൾ ഇപ്പം ഈ പ്രവാസ ലോകത്തിൽ പോകുന്ന ആൾക്കാർ അവരവരുടേതായ ഇഷ്ടങ്ങളും എല്ലാം മാറ്റിവെച്ച് ആയിട്ടാണ് പോകുന്നത്. അതിപ്പോൾ യൂറോപ്പിലായിക്കോട്ടെ, ഗൾഫിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഏത് രാജ്യത്ത് പോയാലും ആളുകളുടെ വിചാരം അവരവിടെ പോയി അടിച്ചു പൊളിക്കുകയാണ്. ചിലപ്പോൾ ഫോട്ടോ ഇടും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് അവരവിടെ സുഖിക്കുകയാണെന്നല്ല. അവരവരുടെ ഇഷ്ടങ്ങളും എല്ലാം മാറ്റിവെച്ച് പണം സ്വരുക്കൂട്ടി നാട്ടിലേക്ക് അയച്ച് നാട്ടിലുള്ള ആൾക്കാരെ സേഫ് ആക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ കുടിയേറി പാർത്തു എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ അമേരിക്കയിൽ പോയി അവർക്ക് അങ്ങനെ വേണം, സ്വന്തം നാട്ടിലെ തന്നെ അങ്ങ് വരാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ പറഞ്ഞു അമേരിക്കയിൽ പോയി ഭയങ്കര ജാടയാണ്. അങ്ങനെ അമേരിക്കയിൽ പോയത് കൊണ്ടോ ലണ്ടനിൽ പോയത് കൊണ്ടോ അങ്ങനെയൊന്നുമല്ല. എല്ലാവരും പോകുന്നത് അവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞ് പരിഹസിക്കേണ്ട. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഏതൊരു രാജ്യത്തും അവരുടേതായ നിയമവ്യവസ്ഥകൾ അനുസരിച്ചുകൊണ്ട് മാത്രമേ നമ്മൾക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അവരെയും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അവരുടെ രാജ്യത്ത് നിയമത്തെ അനുസരിക്കാത്ത ആൾക്കാർ അവർ അവിടെ നിന്ന് കടത്തുന്നു. പക്ഷേ ഒരു വിഷമകരമായ കാര്യം, ഇങ്ങനെ 40 മണിക്കൂർ കൈകാലിൽ ബന്ധിച്ചു വിട്ടത് നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. എന്താണെങ്കിലും ആർക്കും അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ അറിവോടുകൂടി നമ്മൾക്കറിയാം ഞാൻ അനധികൃതമായി കുടിയേറി പാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ചില ആൾക്കാർ മറ്റു രാജ്യങ്ങളിൽ ചെന്നിട്ട് അവിടെ നിന്ന് US പോകുന്ന കുറേ മനുഷ്യർക്കടുത്ത് അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോകുമ്പോൾ അവർ അറിഞ്ഞുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ നമുക്കൊന്നും പറയാനില്ല. പക്ഷെ അറിയാതെ ഏജൻസിക്കാർ തട്ടിപ്പെട്ടിപ്പെട്ട് പോകുന്ന ആൾക്കാർ, നിരപരാധികൾ, ലോണൊക്കെ എടുത്ത് പോയിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുവാന്ന് പറഞ്ഞാൽ വളരെ വിഷമകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായ രീതിയിൽ അന്വേഷിച്ചിട്ട് മാത്രം പോവുക. താങ്ക് യു സോ മച്ച്.